വായന സമയത്തും ധ്വനിയുടെ വക ഡപ്പാങ്കുത്ത് ഡാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആഘോഷ പരിപാടി അല്ലാത്ത പരിപാടിയാണിത്. രാവിലെ തന്നെ ഞാനും ചേട്ടനും കുളിച്ചൊരുങ്ങി നേരെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ചേട്ടന് തിരുവനന്തപുരം വരെ പോകണമായിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ട് പോകുന്നത് നമ്മൾ അന്ന് നേരത്തെ ചെന്നു. ചേട്ടനെ കൊണ്ടുപോയിട്ട് ഞാൻ അമ്പലത്തിലും കയറിയിട്ട് നമ്മൾ നേരെ പോയത് പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് അച്ഛന് ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാർ വിളിക്കുന്നു, നമുക്ക് ബാങ്ക് വരെ പോകാമെന്നും പറഞ്ഞിട്ട്. ഞാനും കൂടെ പോയോണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ അവരുടെ വൈകിട്ട് ഷട്ടർ ഇടാൻ ഇവളും കണ്ടേന്. അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുക, എന്താ മോളെ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഇൻട്രോവേർട്ടിന്റെ അങ്ങേ അറ്റവേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാവേലിക്കര ലൂമ കഫേയിലേക്കായിരുന്നു. ആ മെനു കാർഡ് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ട് ഏറ്റവും വില കുറഞ്ഞ 2 സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു. ആ സോഡാലയും സംഭവം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സംഭവം അടിപൊളിയായിരുന്നു, വർക്കൗട്ടായി. ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഒരു സമയം അങ്ങനെ ആ ദിവസം തീർന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ തലേ ദിവസം കയറ്റിവിട്ട സാധനത്തിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും സദ്യ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. സദ്യ വേറൊന്നിൻ്റെ അല്ല, അപ്പൂപ്പൻ്റെ ആണ്ടാണ്. അപ്പൂപ്പൻ മരിച്ചിട്ട് ഏകദേശം 4 വർഷമായിരുന്നു. അപ്പൂപ്പനെ ഓർക്കാനും മാത്രമൊന്നുമില്ല, കാരണം ആ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ. പിന്നെ കൊച്ചു മോളും ഡബിൾ ഹാപ്പി ആയിരുന്നു. ഇതിലൂടെ തന്നെ മനസ്സിലാകുമല്ലോ വായന സമയത്താണ് ഈ കൂത്ത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.